മഹാനായ ഇമാം ബുഖാരി ഇമാം മുസ്ലിം അല്ലാഹു റിപ്പോർട്ടാക്കുന്ന ഹദീസ്. ഒർക്ക സാധാരണ മലക്കുൽ മൗത്ത് അസ്രായിൽ അലൈഹിസ്സലാം ഒരു കാലത്തില് ആൽമാറിട്ടിಗೆ ഡയറക്റ്റ് ആയിട്ട് റൂഹ് പിടിക്കണോ പോയിട്ടിന്നെ ചെന്നിട്ടായിട്ട് ഡയറക്റ്റ് ആയിട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യരുടെ രൂപത്തിയെ പോയിട്ട് എതിരെതിരിൽ പോയിട്ട് റൂഹ് പിടിച്ചോണ്ടിന്നെ ചെന്നിട്ടായിട്ട് ഹദീസിലുണ്ട്. അങ്ങനെ എതിരെതിരെ വന്നിട്ടായിട്ട് റൂഹ് പിടിക്കര്. ഇന്നിപ്പോ ഞങ്ങൾ മലക്കുൽ മൗത്ത് ഞങ്ങൾ കാണില്ല, റൂഹ് പോണ്ടതും കൊത്താവില്ല, ആർക്കും കൊത്താവില്ല. പണ്ടങ്ങനല്ല, പണ്ട് എതിരെതിരെ വന്നിട്ടായിട്ട് റൂഹ് പിടിച്ചോണ്ടിരുന്നെ. അങ്ങനെ എവിടത്തോല് കൊന്തുണ്ട ഹത്ത ഇല അന്ന മലക്കൽ മൗത്തി കാന മൂസ അലൈഹിസ്സലാം. അങ്ങനെ ഒരു നാള് മൂസാ നബി അലൈഹി ഇസ്ലാമിയുടെ റൂഹ് പിടിക്കണം പോയിട്ട്, മൂസാ നബി അലൈഹി ഇസ്ലാമിയുടെ റൂഹ് പിടിക്കാൻ പോയിട്ട് ചൊന്തു അജിബ് റബ്ബക്, മൂസ റബ്ബുക്ക് ഉത്തര ചെയ്യണോ ചൊന്തു, നിന്റെ റബ്ബുക്ക് നീ ഉത്തര ചെയ്യണോ ചൊന്തു. അതിനർത്ഥം തരേ റൂഹ് പിടിക്കണോ ടൈം ആയിട്ട് ചെന്നിട്ടായിരിക്കും നിന്റെ റബ്ബുക്ക് നീ ഉത്തര കൊടുക്കണോ ചൊന്തു. അത് കേക്കലോട് കൂടെ മൂസാ നബി അലൈഹി ഓരടി വെച്ചിട്ട് മൂസാ നബി അലൈഹി ഇസ്ലാം. മൂസാ നബി ഇസ്ലാമിയുടെ ശക്തി ചെറിയത്തെ ശക്തി ഒന്നും അല്ല. മൂസാ നബി അലൈഹി ഇസ്ലാമിയുടെ ഒരടിക്ക് ഒരാൾ മരിച്ചത് കൊണ്ട് പിന്നെ ഫിർഔന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരാള് അങ്ങനത്തെ ശക്തിയായിട്ട് മൂസാ നബി അടിച്ചടിക്കാ. ഈ അടിച്ചടിയോടെ മലക്കുൽ മൗത്തിലെ കണ്ണിടെ കണ്ണ് പൊട്ടി, ഒരു കണ്ണ് പൊട്ടി ഇസ്രായേൽ അലൈഹി ഇസ്ലാമിന്റെ. അങ്ങനെ ഒരു കണ്ണ് പൊട്ടിട്ടായിട്ട് ഫറജഅൽ മലക്കു ഇലല്ലാഹി തആല. ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ആക്കുന്ന ഹദീസായിട്ട് അസ്രായേൽ അലൈഹി ഇസ്ലാം പടച്ചറബുരട്ടി പോയിട്ട് അസ്രായേൽ അലൈഹി ഇസ്ലാം ചൊല്ലി, യാ റബ്ബ് ഇന്നക അർസൽതനി ഇലാ അബ്ദിൻ ലക ലാ യുരീദുൽ മൗത്ത്. പടച്ചറബ് നല്ല ആലമുട്ട് തന്നെ നീ കടത്തിരേ, നല്ല ആലട്ടി തന്നെ കടത്തിരേ. അയാൾക്ക് മരിക്കൊടുകയെ മനസ്സില്ല ബാവ. ഈ മരിക്കോ മനസ്സില്ല ആലട്ടിಗೆ മരിക്കോണ് മനസ്സില്ലാത്ത ആലട്ടി തന്റെ കടത്തി തന്റെ കണ്ണിടടിച്ച് പൊട്ടുപാട്ടി അയാളുണ്ട്. തന്റെ കണ്ണിടടിച്ചിട്ട് അയാൾ പൊട്ടുപാട്ടി ചെന്നിട്ടു പടച്ചറബുരട്ടിಗೆ അസ്രായേൽ അലൈഹി ഇസ്ലാം പോയിട്ട് ചെന്നു. അപ്പ എന്നിട്ട് അസ്രായേൽ അലൈഹി ഇസ്ലാം ചൊല്ലേ, റബ്ബേ വലൗല കറാമത്തുഹു അലൈക ഔഖബ്തുഹു ബിൽ മശഖ. പടച്ചറബ്ബേ മൂസാ നബിക്ക് മാത്രം നിന്റെ മാത്രം സ്ഥാനമാത്രം ഇല്ലാണ്ടായും കൊണ്ടല്ലേ മൂസാ നബിക്ക് ഒരു പാഠം നാ പഠിപ്പാട്ടാൻ ചെന്നിട്ടു അസ്രായേൽ അലൈഹി ഇസ്ലാം ചെന്നു. നിന്റെ വലിയ സ്ഥാനമില്ലാതായിട്ട് മൂസാ നബി അലൈഹി ഇസ്ലാം അയക്ക് വേണ്ടിട്ട് മാത്രം നാം മുണ്ടതിച്ചിര് അല്ല നിന്റെ സ്ഥാനമാത്രം ഇല്ലാണ്ടായും കൊണ്ടല്ലേ മൂസ നാ പഠിപ്പാട്ടാൻ ചെന്നിട്ടു അസ്രായേൽ അലൈഹി ഇസ്ലാം ചെന്നു. അങ്ങനെ ഫറദ്ദല്ലാഹു ഇലൈഹി ഐന. പടച്ചറബ് എന്താക്കിയ പൊട്ടിയ കണ്ണിടെ റിട്ടേൺ വേറെ കൊടുത്ത നല്ല കണ്ണ് കൊടുത്ത. എന്നിട്ട് അള്ളാഹു ചെന്ന അസ്രായേൽ അലൈഹി ഇസ്ലാം ഒട്ടിക്ക് ഇർജി ഇല അബ്ദി. എന്നിട്ട് അസ്രായേൽ അലൈഹി ഇസ്ലാം ഒട്ടിക്ക് അള്ളാഹു ചെന്ന അസ്രായേലെ മലക്കുൽ മൗത്തെ നിങ്ങൾ നിന്റെ അടിമയുടെ മുട്ട അല്ലെങ്കിൽ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ മുട്ട നിങ്ങൾ പോണം. എന്നിട്ട് പോയിട്ട് നിങ്ങൾ കേൾക്കണോ അല്ല ഹയാത്ത് തുരീദു. മൂസ നിങ്ങൾക്ക് ജീവിക്കരുത് ഇഷ്ടമാ അല്ലെങ്കിൽ മരിക്കരുത് ഇഷ്ടമാ എന്ന് കേൾക്കണം. കേട്ട് ഡയറക്റ്റ് പോയിട്ട് നിങ്ങൾ റൂഹ് പിടിക്കണ്ടായല്ലേ. നിങ്ങൾ എന്താക്കോറു പോയിട്ട് കേക്കോറും അല്ല ഹയാത്ത് തുരീദു. അല്ല നിങ്ങൾ കുറെ വർഷം നിങ്ങൾ മിഞ്ചൊരു ദാസം ഉണ്ടാച്ചു കേക്കോറും. അങ്ങനെ പൈൻ കുന്ത തുരീദുൽ ഹയാത്ത. നിങ്ങൾക്ക് മിഞ്ചൊരു ദാസം നിങ്ങൾ എന്താക്കണമെന്നുണ്ടാ ഒരു പയ്യ പോത്ത അതുപോലത്തെ മേലൊരു നിങ്ങളെ കൈ വയ്ക്കണം. കൈ വെച്ചിട്ട് ഈ കൈകൾക്ക് എത്ര അതിരെ രോമ നിക്കറ അത്ര അനുസരിച്ച് നിങ്ങൾ ഓരോ വർഷം എന്താക്കടെ ഐസിയാറിട്ട് തന്നെ ചെന്നിട്ടു പടച്ചറബ് അസ്രായേൽ അലൈഹി ഇസ്ലാമിന്റെ ഒട്ടിಗೆ പോയിട്ട് ചൊല്ലണു ചെന്നു. അങ്ങനെ പിന്നെ മരിപ്പായിട്ടിക്കരുത്. പിന്നെ മരിക്കലായിട്ടിക്കരുത്. അത്ര വർഷം കഴിഞ്ഞാൽ പിന്നെ മൂസാ നബി ഇസ്ലാമിന്റെ മരിപ്പായിട്ടിക്കരുത്. അങ്ങനെ ഈ വിഷയം പോയിട്ട് അസ്രായേൽ അലൈഹി ഇസ്ലാം മൂസാ നബി അലൈഹി ഇസ്ലാം ചെന്നിട്ടാകുമ്പോഴത്തുക മൂസാ നബി അലൈഹി ഇസ്ലാം ചെന്നു ഫൽആന മിൻ ഖരീബ്. എന്നിട്ടായെങ്കില് അപ്പൊ ഇത്ര വർഷം അതാണ് മിഞ്ചോനുണ്ടായെങ്കിൽ ഇങ്ങനെ ആക്കണം. എന്നിട്ട് പിന്നെ നിനക്ക് മരിപ്പല്ലേ വേണ്ട, എന്നൊക്കെ ഇപ്പൊ മരിപ്പാവും. ഇപ്പൊ നാ മരിക്കണേ പിന്നെ എന്തിനാക്കണം വെച്ചിട്ടുണ്ടെങ്കില് നന്റെ ഖബറ് ചൊല്ലത് ബൈത്തുൽ മുഖദ്ദസും നന്റെ ഖബറും ചൊമ്മ ദൂര ഡിസ്റ്റൻസ് ആയിട്ട് ഇരിക്കണ കുത്തിര
മുട്ടത്തിലെ ഇന്നുണ്ടെങ്കിൽ നല്ല ചെന്നിട്ടായിട്ടിക്കര് മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാം റബ്ബറിട്ട് ചെന്നിട്ടായിട്ടിക്കര്. എന്നിട്ട് ഈ ഹദീസിലെ വ്യാഖ്യാനാക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ അയൽപ്പിന്റെ ചൊല്ലത്തിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അയൽപ്പിന്റെ അസ്രായിൽ അലൈഹിസ്സലാം അവിടുത്തോളം ആൾമാരെ ഡയറക്റ്റ് ആയിട്ട് റൂഹ് പിടിക്ക വന്നിട്ടുണ്ടെങ്കിൽ അയൽപ്പിന്റെ അസ്രായിൽ അലൈഹിസ്സലാം ഡയറക്റ്റ് ആയിട്ട് റൂഹ് പിടിക്ക വന്നിട്ടില്ലാത്ത പിന്നെ ഞങ്ങളിപ്പോ റൂഹ് പിടിക്കല്ലേ ഈ ടൈപ്പിലായിട്ടിക്കര് മനുഷ്യക്ക് കാണാത്ത രൂപത്തിലായിട്ടിക്കര് വന്നിട്ടില്ലേ ചെന്നിട്ടായിട്ടിക്കര് ഞങ്ങളുടെ മുന്നത്തെ അമ്പിയാക്കന്മാരുടെ കാലത്തിൽ അങ്ങനെ വന്നോണ്ടിരുത്ത് മൂസാ നബി അലൈഹി ഇസ്ലാം അടിയോട് കൂടെ പിന്നെ ഈ ടൈപ്പിൽ വന്നിട്ട് റൂഹ് പിടിച്ചോണ്ടിരുന്ന ചെന്നിട്ടായിട്ടിക്കര്. ഇമാം ബുഖാരിയും മുസ്ലിമുള്ളാന്റെ ഹദീസിനെ വ്യാഖ്യാനാക്കിയിട്ട് പണ്ഡിതന്മാർ അങ്ങനെ മുന്നോട്ട് പിടിപാട്ടിയാണ്. അതേപോലെ നിതങ്ങം ചൊല്ലും ഈ ഒരു സംഭവത്തിൽ പിന്നെ അസ്രായിൽ അലൈഹി ഇസ്ലാം ആൽമാരെ മുതൽ റൂഹ് പിടിക്കുമ്പോണ്ടേ കാണാത്ത രൂപത്തിൽ ചെന്നിട്ടായിട്ടിക്കര് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങവും ഹദീസിൽ ഞങ്ങൾ പിടിപ്പാട്ടിട്ട്. അപ്പൊ അസ്രായിൽ അലൈഹി ഇസ്ലാം ഞങ്ങൾ കാണാത്ത രൂപത്തിൽ വന്നിട്ടായിട്ട് റൂഹ് പിടിക്കല് ചെന്നിട്ടായിട്ടിക്കുന്ന ചൊന്നിട്ടുള്ളേ. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ ചെന്ന വിഷയ ഒരാൾ മരിച്ചുണ്ടായെങ്കിൽ മരിച്ചാലിലെ 4 കാര്യമാക്കുന്നത് ഞങ്ങളുടെ മേൽ കട്ടായിട്ടിരിക്കും. ഒന്ന് മരിച്ചാൽ പിന്നെ മയ്യത്ത് കുലിപ്പാട്ടണം, അതേപോലെ മയ്യത്തിനെ കഫനാക്കണം, മയ്യത്തിനെ മേലെ നിസ്കരിക്കണം, മയ്യത്തിനെ ദഫനാക്കണം. ഈ 4 കാര്യ റായത്തെ എല്ലാ ആൾമാരുടെ മുന്നോലും ഉജൂബാവിടും. ഒരാൾ മരിച്ചുണ്ടായെങ്കിൽ ഈ 4 കാര്യ റായത്തെ എല്ലാ ആൾമാരും ആക്കിട്ടേ വരും. ഇനി റായത്തെ ആറും ആ മയ്യത്തിന് മുട്ട പോയില്ലുണ്ടെങ്കിൽ റായത്തെ എല്ലാ ആൾമാരും ദോഷകാരാവിടാറ് റബ്ബിടെ മുന്നോല് ഉത്തര ചൊല്ലണാവും. അതേ സന്ദർഭത്തിൽ ഗുന്തുള്ള 1-2 ആൾമാർ പോയിട്ട് അതിനെ നിർവഹണാക്കിണ്ടായെങ്കിൽ ബാക്കിയുള്ള ആൾമാരെ തപ്പെന്താവിടും ഇല്ലാണ്ടാവിടും. ഇനി അതിനാണ് ചൊന്ന കഴിഞ്ഞ ക്ലാസ്സിൽ ചൊന്ന മരിച്ച മയ്യത്തിനെ കുലിപ്പാട്ടത് ചൊല്ലത് ചൊമ്മ ലേറ്റാക്കോ തീരാണ്ട് ചൊമ്മ ലേറ്റാക്കോ തീരാണ്ട് ഞങ്ങൾക്ക് വേറെന്തോ അർത്ഥാക്കുന്നുണ്ടില്ല. ഈ സാധാരണ എല്ലാ നിസ്കാരത്തിലും ഒജ്ജഹത്ത് ഓതുന്നുണ്ട്. ഒജ്ജഹത്ത് ഓതാണ്ട് നിസ്കരിക്കരുത് കറാത്തായിട്ടിക്കരുത്. ആയെങ്കില മയ്യത്ത് നിസ്കാരത്തിൽ എന്താക്കോ ഇല്ല ഒജ്ജഹത്ത് പോലും ഓതണില്ല. എന്തേ കാരണം എന്തേ ഒജ്ജഹത്ത് ഓതു ചമ്മനാരൊന്നും ഉണ്ടാ ഒജ്ജഹത്ത് ഓതു ചമ്മനാരൊന്നും വേണ്ട എന്നിട്ടായെങ്കിൽ പോലും മയ്യത്ത് നിസ്കാരത്തിൽ ഒജ്ജഹത്ത് ഓതു തീരാച്ചൊന്നും ചൊല്ലണില്ല. കാരണം എന്തേ ചെന്നിട്ടായെങ്കിൽ അത്രയും സ്പീഡായിട്ട് അത്രയും വേഗം പോയിട്ട് മയ്യത്തിൽ അടക്കണോ ചെന്നിട്ടായിട്ടിക്കര് പരിശുദ്ധ ഇസ്ലാം ഞങ്ങളെ മുന്നിൽ പിടിപ്പാട്ട് ഐക്യപനായിട്ടായിട്ടിക്കര് മയ്യത്ത് നിസ്കാരത്തിൽ ഒജ്ജഹത്ത് വെച്ചിട്ടില്ല ചെന്നിട്ടായിട്ടിക്കര് ഇമാം ഇങ്ങനെ കിതാബിൽ രേഖപ്പെടുത്തി വയ്ക്കാറ്. മാത്രല്ല അവിടെ പിന്നെയും ഒരു വിഷയം അർത്ഥാക്കണം എന്താ ചെന്നിട്ടായെങ്കിൽ ഇനി ആത്മഹത്യയാക്കിയിട്ട് മരിച്ച സുസൈഡ് ആക്കിയിട്ട് മരിക്കല് കണ്ടിപ്പാ ഞങ്ങളെ സമൂഹത്തിൽ വ്യാപകമായിട്ടും നടക്കുന്ന ഒരു വിഷയമായിട്ട് സുസൈഡ് ചൊല്ലത് ആൾമാർ വിചാരിച്ചാരെന്തിൽ ചെന്നിട്ടുണ്ടെങ്കിൽ തന്റെ സമസ്യക്ക് പരിഹാര സുസൈഡ് ആക്കിണ്ടായെങ്കിൽ തീർത്തു ചെന്നിട്ട് വിചാരിച്ചാറ് അല്ല ഔട്ട് സ്റ്റാർട്ട് ഔട്ടായിട്ടിക്കോണു സമസ്യ പിന്നെ സ്റ്റാർട്ട് ആവട്ടെ. കാരണം എന്താ ചെന്നിട്ടുണ്ടെങ്കിൽ ഡിപ്രഷനോട് കൂടെ ഒരു മനുഷ്യ സുസൈഡ് ആയിട്ട് ലാസ്റ്റ് എത്തിരെ അങ്ങനെ സുസൈഡ് ചൊല്ലത് ഒരു മനുഷ്യയുടെ തീരുമാനമേ അല്ല. ഈമാനുള്ള ഒരു മനുഷ്യ സുസൈഡിക്ക് പോണ കുത്തിയറ അങ്ങനെ സുസൈഡ് ആക്കിണ്ടായെങ്കിൽ നാളെ മഹ്ശറിൽ വെച്ചിട്ട് അതേ ടൈപ്പിൽ അല്ലാഹു തആല കൊണ്ട് സുസൈഡ് ആക്കി മാറ്റാ ചെന്നിട്ടായിട്ടിക്കര് അതേ ടൈപ്പിൽ ഇങ്ങനെ എപ്പോ നോക്കിണ്ടായെങ്കിലും ഇതേ അവസ്ഥയായിട്ട് കൊണ്ടിത് ചെന്നിട്ടായിട്ടിക്കര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാടിച്ചു. അങ്ങനെ അത്രയെല്ലാം ഇന്നുണ്ടായെങ്കിൽ പോലും അവന്റെ മയ്യത്ത് കുലിപ്പാട്ടണോ, മയ്യത്ത് നിസ്കരിക്കണോ, അതേപോലെ കഫനാക്കണോ, ദഫനാക്കണോ എല്ലാം അതേപോലെ ആക്കണോ ചെന്നിട്ടായിട്ടിക്കര്. മയ്യത്തിന് മേൽ ഖുർആൻ ഓതുന്നതും തഹ്ലീൽ ചൊല്ലതും എല്ലാം അതേപോലെ സാധാരണ ബാക്കിയുള്ള മയ്യത്തിലാക്കിയ പോലെ സുസൈഡ് ആക്കിയ അല്ല മയ്യത്തിന് പോലും അങ്ങനെ ആക്കണം ചെന്നിട്ടായിട്ട് പരിശുദ്ധ ഇസ്ലാം പഠിപ്പാട്ടുണ്ട്. നബി തങ്ങൾ ചൊന്ന ഹദീസ് ഇങ്ങനെ ഉണ്ട് ആത്മഹത്യയാക്കിയവനും അല്ലാത്തോണ്ട് പൊലമയായിട്ടിക്കരുത്. ആത്മഹത്യയാക്കിയ മനുഷ്യക്ക് പോലും അവർക്ക് എന്താക്കണോ നിസ്കരിക്കണോ കുലിപ്പാട്ടണോ കഫനാക്കണോ ദഫനാക്കണോ. അസ്വലാത്തു വാജിബത്തുൻ അലാ കുല്ലി മുസ്ലിമ വ മുസ്ലിമ ബർറൻ കാന ഔ ഫാജിറൻ വൈൻ അമിലൽ കബായിർ. ആത്മഹത്യ ചൊല്ലത് ഏറ്റവും വലിയ തപ്പായിട്ടിക്കും വലിയ തപ്പായിട്ടിക്കും ആത്മഹത്യ ചൊല്ലത് ആയിട്ടിന്നുണ്ടെങ്കിൽ പോലും അവന്റെ മേലെ മയ്യത്ത് കുലിപ്പാട്ടണോ കഫനാക്കണോ ദഫനാക്കണോ നിസ്കരിക്കണോ ചെന്നിട്ടായിട്ടിക്കര് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളെ മുന്നോട്ട് പഠിപ്പാട്ടിട്ട്. അപ്പൊ
ഈ ആത്മഹത്യാക്കിടെ ചൊല്ലത് വലിയ വന്തോഷമായിട്ട് വലിയ ദോഷമായിട്ട് ഏതുപോലെ ചെന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരുത്ത നിസ്കരിക്കില്ല, നിസ്കാരത്തെ മുട്രതും നിസ്കരിക്കാണ്ടിരിക്കുന്നതും അതും വലിയ തപ്പായിട്ടിക്കരുത്. അതേപോലെ സക്കാത്ത് ഒർത്തക നിർബന്ധമായിട്ട് എന്നിട്ട് സക്കാത്ത് കൊടുക്കില്ല എന്നിട്ടായെങ്കിലും അതും വലിയ തപ്പായിട്ടിക്കരുത്. ഹജ്ജ് കർമ്മ അവിടുത്തെ നിർബന്ധമായിട്ട് ഇനി ഹജ്ജാക്കില്ല അതും വലിയ തപ്പായിട്ടിക്കരുത്. അങ്ങനെ നിസ്കരിക്കില്ലാണ്ടെങ്കിൽ അവിടുത്തെ നിസ്കരിക്കണോ തീരെ കണക്ക് നോക്കിണ്ടായെങ്കിൽ. കാരണം എന്തേ, അതും ഏറ്റവും വലിയ ദോഷമായിട്ടിക്കരുത്. ഈ നാളും പായ കാരണത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടു അസ്സലാത്തു വാജിബത്തുൻ അലാ കുല്ലി മുസ്ലിമ വ മുസ്ലിമ ബർറൻ കാന ഔ ഫാജിറൻ വ ഇൻ അമിലൽ കബായിർ. ഇത് ഏറ്റവും വലിയ തപ്പായിട്ടുണ്ടെങ്കിൽ പോലും അവനക്ക് ബാക്കിയുള്ള മയ്യത്തിലാക്കിയ പോലെ എല്ലാ കർമ്മവും നിർവഹണാക്കണം ചെന്നിട്ടായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുണ്ട്. അപ്പൊ എന്തുണ്ടായെങ്കിൽ ചില ഹദീസിൽ ഇങ്ങനെ ഉണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കാണ്ട് വെച്ചതുകൊണ്ട് അത് എന്തിനേക്ക് ചെന്നിട്ട് ഇമാമിങ്ങ അതിനെ വ്യാഖ്യാനാക്കിയാറ് അതിലെ സ്ട്രോങ് പഠിപ്പാട്ടുണ്ട് വിനയിപ്പിച്ചിട്ടായിട്ട് ആത്മഹത്യ ചൊല്ലത് ഗൗരവമായ ഒരു വിഷയമായിട്ട് ഒരു മുസ്ലിമായ മനുഷ്യൻ അത് ആക്കോത്തീരാ ചൊല്ലെ ആ ഒരു നിലക്കായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആത്മഹത്യാക്കിയ ആൾമാരെ നിസ്കരിച്ചിട്ടില്ല ചെന്നിട്ടും ഹദീസുകളിലെ അതായിട്ട് ചെന്നിട്ടായിട്ട് ഈ ഹദീസിനെ വ്യാഖ്യാനാക്കിയിട്ട് ഇമാമിങ്ങ വെടിപ്പാട്ടാറ്. അപ്പൊ മൊത്തത്തില് ആത്മഹത്യാക്കിയ ആളെയും എല്ലാ കർമ്മവും ആക്കണം ചെന്നിട്ടായിട്ട് പരിശുദ്ധ ഇസ്ലാം ഞങ്ങളെ മുതൽ പഠിപ്പാട്ട്. ഇനി ഒരു മയ്യത്തിലെ കുലിപ്പാട്ടിന് വേണ്ടിയിട്ട് ഇണ്ടിപ്പണ എടുക്കുന്ന ഒരു അനാചാരമുണ്ട് കുടിപ്പാട്ടിനവിടെ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ സാത്ത് കയറ്റിക്കര് ഒരു 4-5 വില കളർ റെഡിയാക്കിടാറ്. എന്തിനേക്ക് കളർ റെഡിയാക്കണ മാത്രമല്ല ഇത്ര കോൽ കൊടുത്ത് വന്നിട്ട് തീ കത്തുപാട്ടം തുടങ്ങിടാറ്. മയ്യത്തിലെ കുലിപ്പാട്ടർ വെച്ചതായിട്ടിക്കര് ഭാര്യയോറും മങ്ങിൽ തൗത്തൂർ ചോറ് ബേവും പോലെ ആയിട്ടിക്കര്. ഇങ്ങനെ ചില മയ്യത്തിലെ ഔത്തുലെന്താ അവിടെ കള വെച്ചിട്ട് തണ്ണി ഭയപ്പാട്ടിരിക്കര്. യഥാർത്ഥത്തില ഒരു മയ്യത്തിലെ കുലിപ്പാട്ടിന് ഏറ്റവും നല്ല തണ്ണി ഏത് ചപ്പ തന്നെയായിട്ടിക്കര് അല്ല. ഇനി ആ റായത്തില് ഉപ്പ് തണ്ണി കിട്ടുക ഇവിടെ ഞങ്ങളുടെ റായത്തിൽ ഉപ്പ് തണ്ണി കിട്ടുക കൊറടി ഉള്ളാത്ത കടലിലെ മുട്ടായെങ്കിൽ ഉപ്പ് തണ്ണി കിട്ടു. ഉപ്പ് തന്നെയായിട്ടിക്കര് ഏറ്റവും നല്ല ചൊന്നിട്ടായിട്ടിക്കര് ചൊല്ലേ ഉപ്പ് തന്നെയായിട്ടിക്കര്. പിന്നെ ആയിട്ടിക്കര് ചെപ്പ തന്നിക്ക് വെച്ച് തന്നെ അവിടെ ഉണ്ടാക്കില്ല ചൊല്ലില്ല. ചപ്പ തന്നെയായിട്ടിക്കര് ഏറ്റവും നല്ല. ഉപ്പ് തണ്ണി കിട്ടണ്ടായെങ്കിൽ ഉപ്പ് തന്നെയായിട്ടിക്കര് ഏറ്റവും നല്ല. അതേ സന്ദർഭത്തില തണ്ണിക്ക് ഉപ്പിട്ടിട്ട് തന്നെയാക്കണം കുത്തിയിട. ഉപ്പ് തണ്ണി ചൊല്ലുമ്പോഴത്തേക്കു നല്ല തണ്ണിക്ക് ഉപ്പിട്ടിട്ട് തന്നെയാക്കണേ. അതല്ല ഉപ്പ് തണ്ണി കിട്ടറല്ലേ കടലിലെ തണ്ണി റായത്ത് മുട്ട കടല മുട്ടല്ല ആൾമാർക്ക് ഉപ്പ് തന്നെയായിട്ടിക്കര് കിട്ടര്. അതായിട്ടിക്കര് ഏറ്റവും നല്ലത് ചൊന്നിട്ടായിട്ടിക്കര് പരിശുദ്ധ ഇസ്ലാം പഠിപ്പാട്ടേ. അല്ലാണ്ട് ഇണ്ടിപ്പ സാധാരണ എടുക്കും പോലെ വില കല വെച്ചിട്ട് നല്ല ചൂടാക്കിയിട്ട് ഇങ്ങനെ തന്നെയാക്കരുത്. അത് നല്ലല്ല ചെന്നിട്ടായിട്ടിക്കര് ഇമാമിങ്ങ വ്യക്തമായിട്ടും പഠിപ്പാട്ടാറ്. അതിനൊട്ടിಗೆ പിന്നെ ഒരു അന്ധവിശ്വാസം തെരഞ്ഞെങ്കിൽ ഈ ചില ആൾമാർക്ക് ഏലിക്ക് എന്ത് തന്നെയാവണം ചെന്നിട്ട് ചില ആൾമാർ അന്ധവിശ്വാസം ഉണ്ട്. ഏലിക്ക് എന്ത് തന്നെയാവണമുണ്ട് അതും അന്ധവിശ്വാസമായിട്ടിക്കര്. അതേപോലെ മയ്യത്ത് കുലിപ്പാട്ടർ തന്നെയുടെ അരിക്കിര ബുദ്ധിയുണ്ട് ചില ആൾമാർക്ക്. അല്ലാണ്ട് ഇപ്പൊ നിങ്ങൾ ചായ വയ്ക്കുമ്പോൾ തരിക്കറാറ് തന്നെ കുളിക്കുമ്പോൾ തരിക്കറാറാ. അപ്പൊ മയ്യത്ത് കുലിപ്പാട്ടുമ്പത്തായിട്ടിക്കര് തന്നെയുടെ അരിക്കര് ഒരു തുണി വെച്ചിട്ട് അതും ഒരു അന്ധവിശ്വാസമായിട്ടിക്കര്. അതേ സന്ദർഭത്തിൽ ആ തണ്ണിൽ നല്ല ചേരുണ്ട് അത് വേറൊരു വിഷയമായിട്ടിക്കര്. ഇണ്ടിപ്പ അങ്ങനല്ല മയ്യത്ത് കുലിപ്പാട്ട് തന്നെ ചെന്നിട്ട് അരച്ചിട്ട് കുലിപ്പാട്ടുണ്ട് ചെന്നിട്ടായിട്ടിക്കര് ചില ആൾമാർ അന്ധവിശ്വാസ. അതൊരിക്കലും ശരിയല്ല. അതൊരിക്കലും അങ്ങനെ എന്താക്കും തീരാം അങ്ങനെ ആയിട്ട് കുലിപ്പാട്ടണം കുത്തിരാം. അന്ധവിശ്വാസത്തിന് നിപ്പാട്ടണം. ഇൻഷാ അല്ലാഹ് അത് സംബന്ധമായിട്ടുള്ള ബാക്കിയുള്ള വിഷയം നാളെ ചൊല്ലാൻ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് എല്ലാവർക്കും ദീർഘായുസ്സുള്ള ആഫിയത്ത് അല്ലാഹു തന്ന് അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവിന്റെ പടച്ചറപ്പുടെ പരിശുദ്ധമായ ദീനെ പോലെ മനസ്സിലാക്കിയിട്ട് ആ നിലക്ക് പ്രവർത്തിക്കുന്നത് അല്ലാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അല്ലാഹു യാ അല്ലാഹ് യാ റഹ്മാൻ യാ അല്ലാഹ്.